മഹാഭാരത ഗാഥ തുടരുകയാണ്. രാത്രിയുടെ മറവിൽ ഇതിഹാസത്തിലെ സൗപ്തിക പർവം 18-ാം ദിവസത്തിലെ യുദ്ധാവസാനത്തിന് ശേഷം അരങ്ങേറിയ നിശാകൂട്ടക്കൊലയുടെ ഭീതിതമായ ചിത്രം വരച്ചുവെക്കുന്നു. ബീഭത്സത തീർക്കുന്ന, രക്തം കട്ടപിടിപ്പിക്കുന്ന യുദ്ധാന്ത്യം. അതിന് നേതൃത്വം കൊടുത്തതും അത് നിഷ്ഠുരമായി നടപ്പാക്കിയതും കൗരവപക്ഷത്തെ 3 പേരായിരുന്നു: കൃപൻ, അശ്വത്ഥാമാവ്, കൃതവർമാവ്. അവരിൽ തന്നെ മുഖ്യ പങ്കുവഹിച്ചത് ബ്രാഹ്മണ ഉത്തമനും ഗുരുപുത്രനുമായ അശ്വത്ഥാമാവ്. അതിലേക്ക് വരാം. 18-ാം ദിവസത്തെ യുദ്ധത്തിന് ശേഷം കൗരവപക്ഷത്ത് അവശേഷിച്ച 3 പേരായിരുന്നു കൃപനും ദ്രൗണിയും കൃതവർമാവും. കൃപൻ പരമ്പരാഗതമായി യുദ്ധാഭ്യാസ പാരമ്പര്യം തിരഞ്ഞെടുത്ത കുടുംബത്തിൽ പിറന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ദ്രോണൻ്റെ പത്നിയായ കൃപിയുടെ സഹോദരൻ, അശ്വത്ഥാമാവിൻ്റെ അമ്മാമൻ, കൗരവ മഹാരഥൻ, വന്ധ്യ വയോധികൻ, മരണം വിധിച്ചിട്ടില്ലാത്ത ബ്രാഹ്മണൻ എന്ന് ഇതിഹാസം. അതായത് ചിരഞ്ജീവി, മരണമില്ലാത്തവൻ. യുദ്ധത്തിൽ ധീരമായി പോരാടി പലപ്പോഴും പരാജയപ്പെട്ടു, ചിലപ്പോൾ വിജയിച്ചു. എപ്പോഴും ധർമ്മത്തെക്കുറിച്ച് മൊഴിയുകയും അതേസമയം പ്രതികാരദാഹം മൂത്ത് ഉറങ്ങുന്നവരെ കൊന്നൊടുക്കിയ മരുമകൻ്റെ കൂടെ നിന്ന അഭിശപ്തനായ അമ്മാമൻ. പാരമ്പര്യമായി ആയുധാഭ്യാസവും അതുവഴി പരഹിംസയും ജീവിതവ്രതമാക്കിയ ഒരാൾ. ഇരുട്ടിലെ കൊലപാതകങ്ങൾ സമർത്ഥമായി നിർവഹിച്ച് അതിൽ ലഹരി പൂണ്ടവനാണ് അശ്വത്ഥാമാവ്. ജനിച്ചപ്പോൾ തന്നെ കുതിര പോലെ സംസാരിച്ചവൻ എന്ന് വാക്കർത്ഥം. ഇന്ദ്രവാജിയായ ഉച്ചൈശ്രവസിൻ്റെ ശബ്ദമുള്ളവൻ എന്ന് കഥ. ദ്രോണപുത്രൻ. ദ്രൗണി ദിവ്യാസ്ത്രങ്ങൾ സ്വായത്തമാക്കിയവൻ. നിശാകൂട്ടക്കൊലയിലെ ആസൂത്രകനും പ്രയോക്താവും വിജയിയും. ഇതിഹാസത്തിൻ്റെ കഥാന്ത്യത്തിൽ ലക്ഷണമൊത്ത പ്രതിനായകനായി രൂപം മാറുന്നവൻ. നിദ്രയിലാണ്ടവരെ കൊന്നൊടുക്കാനുള്ള ശ്രമത്തിൽ ദ്രൗണിക്ക് സഹായിയായി നിന്ന 3-ാമനാണ് കൃതവർമാവ്. കൃഷ്ണഭക്തനായിട്ടും കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത വൃഷ്ണിരാജാവ്. കൗരവർക്കായി യുദ്ധാനന്തരവും ഹീനകൃത്യത്തിന് കൂട്ടുനിന്നവൻ. യുദ്ധത്തിൽ പോരാളിയായി പൊരുതിയിട്ടും ധീരതയ്ക്ക് പകരം ഭീരുതയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മഹാരഥൻ. യുദ്ധാനന്തരം വെറുപ്പോടെ മാത്രം സ്വീകരിക്കപ്പെട്ടവൻ. അശ്വത്ഥാമാവ് എന്ന സേനാപതി. കുരുക്ഷേത്രത്തിൽ ചോര വാർന്നൊലിച്ച് അനാഥനായി ഹസ്തിനപുരിയുടെ മുടിചൂടാമന്നൻ കിടന്നു. കൂടെ ആരുമുണ്ടായിരുന്നില്ല. 11 അക്ഷൗഹിണികളുടെ നാഥൻ പതുക്കെ ഞരങ്ങി. ഭീമൻ്റെ ഗദാഘാതത്താൽ അയാളുടെ 2 തുടകളും തകർന്നിരുന്നു. യുദ്ധഭൂമിയിൽ വെറും നിലത്ത് ആദ്യമായി രാജകീയ പരവതാനികളില്ലാതെ ദുര്യോധനൻ കിടന്ന് ഇഴഞ്ഞു. ഞരക്കങ്ങൾ പുറത്തു കേൾക്കാതിരിക്കാൻ അയാൾ വേദന കടിച്ചമർത്തുന്നുണ്ടായിരുന്നു. ഏറ്റവും അപമാനകരമായ തോൽവിയാണ് അയാൾക്ക് ലഭിച്ചത്. പൂർണ്ണമായും കൊല്ലപ്പെടാതെ പാതി ജീവനുമായി ദുര്യോധനൻ തൻ്റെ അവസാന മണിക്കൂറുകൾ കഴിച്ചുകൂട്ടി. യുദ്ധഭൂമിയിലെ വിജനമായ ഇരുട്ടിൽ തൻ്റെ മൃതശരീരത്തിന് കാത്തുനിൽക്കുന്ന കഴുകന്മാരെയും കുറുനരികളെയും ഭയന്ന് പഴയ പ്രതാപിയായ ദുര്യോധനൻ്റെ ദയനീയമായ നിഴൽ ചിത്രമായി അയാൾ ശവങ്ങൾ കുന്നുകൂടിയ കുരുക്ഷേത്രത്തിൽ കിടന്നു. ഇതിഹാസം അയാൾക്ക് സ്വർഗം നൽകി. എന്നാൽ കുരുക്ഷേത്രം അയാളെ യുദ്ധാന്ത്യത്തിൽ അനുഭവിപ്പിച്ചത് ഭൂമിയിലെ നരകം. കൊടുങ്കാറ്റേറ്റ വൃക്ഷം പോലെ, വേടൻ വീഴ്ത്തിയ മഹാഗജം പോലെ, എതിർച്ചയാ വീണ സൂര്യബിംബം പോലെ, കൊടുങ്കാറ്റിൽ ക്ഷോഭിച്ച കടൽ പോലെ, മഞ്ഞുമൂടിയ ചന്ദ്രക്കല പോലെ എന്നൊക്കെ ഇതിഹാസം ദുര്യോധനൻ്റെ പതനത്തെ ഉദാത്തവൽക്കരിക്കുന്നു. എരിയുന്ന വേദനയുടെ തീപ്പന്തങ്ങളുടെ തീരത്തു നിന്ന് കുരുനായകൻ തല ഉയർത്തി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരണത്തിൻ്റെ പദനിസ്വനങ്ങൾ അടുത്തു വരുന്നുണ്ടോ? ഇരുട്ടിൽ 3 നിഴലുകൾ. അയാൾ പതുക്കെ തൻ്റെ വേദനിക്കുന്ന കൺപോളകൾ തുറന്നു. മുന്നിൽ തനിക്ക് പ്രിയപ്പെട്ട 3 പേർ: കൃപൻ, ദ്രൗണി, കൃതവർമാവ്. ദ്രൗണി പറഞ്ഞു: രാജാവേ, അങ്ങ് അനുഭവിക്കുന്ന നിസ്സഹായത എനിക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. എനിക്ക് ഇത് സഹിക്കാനാവുന്നില്ല. മഹാപ്രഭാവവാനായ താങ്കളുടെ കിടപ്പ് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. ദുര്യോധന,
ഞങ്ങൾ 3 പേർ ബാക്കിയുണ്ട്. യുദ്ധം തുടരാം, ആജ്ഞാപിച്ചാലും. ക്ഷീണിച്ച കണ്ണുകൾ ഉയർത്തി ദുര്യോധനൻ അവരെ നോക്കി. വിളറിയ ചുണ്ടുകൾ പതുക്കെ അനങ്ങി. ഇത് വിധി, കാലം കൊണ്ടുവന്ന അനിവാര്യ ദുരന്തം. സാരമില്ല, നിങ്ങളെ മൂവരെയും വീണ്ടും കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. ഗുരുപുത്ര, വളരെ സന്തോഷം. ഞാൻ പോരാടി വീണു, അത് സാരമില്ല, സ്വാഭാവികം. ഞാൻ ശോച്യനല്ല. ദ്രൗണിയുടെ മുഖത്ത് രോഷം ഇരമ്പി. പിന്നെ കോപത്തോടെ ആക്രോശിച്ചു. എൻ്റെ പിതാവിനെ അവർ ദാരുണമായി വധിച്ചു. അന്നുപോലും എനിക്കിത്രയും വിഷമം വന്നിട്ടില്ല രാജാവേ. ഇപ്പോൾ മഹാരാജാവായ അങ്ങയുടെ ദയനീയമായ ചിത്രം കാണുമ്പോൾ സഹിക്കാനാവുന്നില്ല രാജാവേ. ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും, അങ്ങ് അനുവാദം തന്നാലും. ദുര്യോധനൻ ദ്രൗണിയെ കൃതജ്ഞതയോടെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, കൃപാചാര്യ, ഒരു കുടം വെള്ളം കൊണ്ടുവരൂ. കൃപൻ വെള്ളം കൊണ്ടുവന്നു. ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം കൃപൻ ദ്രൗണിയെ സേനാപതിയായി അഭിഷേകം ചെയ്തു. സേനയില്ലാത്ത സേനാപതി. യുദ്ധം തുടരും എന്ന് സൂചന. കാക്കകൾ കാക്കകൾ. സേനാപതിയായതോടുകൂടി അശ്വത്ഥാമാവ് വേറെ ഒരാളായി. അയാളിൽ ക്രൗര്യം പിടിമുറുക്കി. ഒരു മഹാസേന മുഴുവൻ തൻ്റെ കീഴിലുണ്ടെന്ന് അയാൾ കരുതിയിരിക്കണം. പ്രതികാരത്തിൻ്റെ അഗ്നി അയാളിൽ കത്തി നിന്നു. തേർത്തട്ടിൽ ആയുധം വെടിഞ്ഞ് ധ്യാനലീനനായിരിക്കുന്ന തൻ്റെ പിതാവിനെ ചാടി വീണ ധൃഷ്ടദ്യുമ്നൻ തേരിൽ കയറി തലമുടി കൂട്ടിപ്പിടിച്ച് വാളുകൊണ്ട് ശിരസ് മുറിച്ചെടുത്ത ചിത്രം അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചു. പിന്നെ രണഭൂമിയിൽ രക്തം വാർന്ന് മരിക്കാറായി കിടക്കുന്ന ദുര്യോധനൻ്റെ രൂപവും അയാളെ തളർത്തി. ശത്രുവിൻ്റെ രക്തത്തിനായി അയാൾ ദാഹിച്ചു. മൂവർ സംഘം കാട്ടിലേക്ക് നീങ്ങി. കാട്ടുപൊയ്കയിൽ കുളിച്ച ശേഷം കൃപനും കൃതവർമാവും കിടന്നുറങ്ങി. അവരിൽ ഒരു യുഗത്തിൻ്റെ ഉറക്കം ബാക്കി നിന്നിരുന്നു. കിടന്ന പാട് അവർ ഉറങ്ങിക്കഴിഞ്ഞു. അശ്വത്ഥാമാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാളുടെ തലയിൽ പ്രതികാരം പുകഞ്ഞു. അയാൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായി. പ്രതിക്രിയയുടെ രക്തദാഹത്തിൻ്റെ ഭ്രാന്ത്. വധിക്കപ്പെടുന്ന പിതാവിൻ്റെ ചിത്രം. പൊടിയിൽ കിടന്ന് ചോര വാർന്നൊഴുകി മരിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനൻ. അയാളുടെ ഉള്ളിൽ ഹിംസയുടെ തീ ആളിക്കത്തി. അരക്കെട്ടിലെ വാളിൻ്റെ പിടിയിലേക്ക് അയാളുടെ കൈ യാന്ത്രികമായി ചലിച്ചു. ദ്രൗണിയുടെ കൈകൾ തരിച്ചു. ഉള്ളിൽ തീ ആളിക്കൊണ്ടിരുന്നു. താൻ ഇരുന്നിരുന്ന സ്ഥലത്തെക്കുറിച്ച് അപ്പോഴാണ് അയാൾ ഓർത്തത്. അതൊരു വൃക്ഷച്ചുവടായിരുന്നു, ഒരു ആൽമരത്തിന് താഴെ. അശ്വത്ഥാമാവ് നോക്കി. ആൽമരം കാട്ടിൽ പടർന്ന് പന്തലിച്ച് നിന്നു. അതിൻ്റെ സമർത്ഥമായ ഛായയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് ദ്രൗണി ഓർത്തു. ഒരു നിമിഷം ആൽമരത്തിൻ്റെ മുകളിലെ ഇലച്ചാർത്തുകളിൽ നിന്ന് ഒരാരവമുയരുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. അശ്വത്ഥാമാവ് തൻ്റെ കണ്ണുകൾ കുട്ടിത്തിരുമ്മി മേലേക്ക് നോക്കി. കാക്കകൾ. ഒന്നല്ല, ഒരു 100 കാക്കകൾ. അവയൊന്നടക്കം ഭീതിതമായ ശബ്ദമുണ്ടാക്കുകയാണ്. അയാൾ വീണ്ടും കണ്ണുകൾ കൂർപ്പിച്ചു. നിലാവിൻ്റെ നേർത്ത വെട്ടത്തിൽ അയാൾ കണ്ടു ഒരു മൂങ്ങ. ഭീമാകാരനായ മൂങ്ങ അതാ കാക്കക്കൂട്ടത്തിൽ പറന്നെത്തിയിരിക്കുന്നു. അതിൻ്റെ കണ്ണുകൾ തീക്കട്ടകൾ പോലെ തിളങ്ങി. മൂങ്ങ കൂട്ടമായുറങ്ങുന്ന കാക്കകളെ ആക്രമിച്ചു കൊല്ലുകയാണ്. ദ്രൗണി ശ്വാസമടക്കി പിടിച്ച് മേലോട്ട് നോക്കി നിന്നു. ഇതൊരു ദുസ്വപ്നമായിരിക്കുമോ? തൻ്റെ ഹൃദയം നിന്നുപോയോ? മൂങ്ങ അതിൻ്റെ വലിയ ചിറകുകളും കൂർത്ത നഖങ്ങളും അതിൻ്റെ കനത്ത ശരീരവുമായി കാക്കകളെ നിഷ്കരുണം ആക്രമിച്ചു കൊല്ലുകയാണ്. ആലിൻ ചുവട് കാക്കകളുടെ ജഡങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവിടെ നേർത്ത ദുർഗന്ധം പരന്നു. ഉറങ്ങുന്ന കാക്കകളെ മൂങ്ങ അനായാസം കൊന്നൊടുക്കി. അതിൻ്റെ നഖരങ്ങൾ രക്തത്താൽ ചുവന്നു. അശ്വത്ഥാമാവിൻ്റെ ഉള്ളിൽ ഒരു തീമല പിളർന്നു. അയാൾ മൂങ്ങയുടെ ഏകപക്ഷീയമായ ആക്രമണം കണ്ണിമ വെട്ടാതെ കണ്ടുകൊണ്ടു നിന്നു. കാക്കകൾ മിക്കവാറും ചത്തൊടുങ്ങി. കലമ്പൽ അവസാനിച്ചു. അശ്വത്ഥാമാവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാളുടെ ഉറക്കമൊക്കെ പോയി. സിരകളിൽ ഉത്സാഹം ഇരച്ചുകയറി. തീക്കണ്ണുകളുമായി മൂങ്ങകൾ അയാളുടെ മേഘാവൃതമായ മനോവാനത്ത് പറന്നു നടന്നു. അവയുടെ നഖരങ്ങളിലും കൂർത്ത കൊക്കുകളിലും കട്ടപിടിച്ച രക്തം തിളങ്ങി. ദ്രൗണി ഒരു മൂങ്ങയാവാൻ കൊതിച്ചു. അയാളുടെ ഉള്ളിൽ വഴിതെളിഞ്ഞു. രാത്രിയിലെ ആക്രമണ സാധ്യതകൾ അയാളിൽ ഉണർന്നു. മൂങ്ങ എന്ന ആ രാത്രിപക്ഷി അത് അയാൾക്ക് നൽകിക്കഴിഞ്ഞിരുന്നു. പിതൃഘാതകനായ ധൃഷ്ടദ്യുമ്നനെ കൊല്ലണം. ബാക്കിയായ പാണ്ഡവസേനയെ
മുഴുവൻ വെട്ടിവീഴ്ത്തണം. തനിക്കതിന് കഴിയണം. അതാണ് തൻ്റെ തീരുമാനം. ധൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും പാഞ്ചാലിയുടെ 5 മക്കളും ബാക്കിയായ പാണ്ഡവ യോദ്ധാക്കളും അവിടെ ശിബിരത്തിൽ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. അവർ ഇപ്പോഴൊന്നും ഉണരില്ല. 18 ദിവസം യുദ്ധം വെട്ടിയതിൻ്റെ തളർച്ചയുമായാണ് അവർ നിദ്രയെ പ്രാപിച്ചിരിക്കുന്നത്. അത് കൂടുതൽ സൗകര്യപ്രദം. അവരെയെല്ലാം ഒറ്റയടിക്ക് തീർക്കണം. പ്രഭാതമാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കണം. പിതാവിനെ ചതിച്ചു, ദുര്യോധനനെ തുടയ്ക്കടിച്ചു വീഴ്ത്തി. ചതിയെങ്കിൽ ചതി, വഞ്ചനയ്ക്ക് വഞ്ചന, കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല്. അതാണ് യുദ്ധനിയമം. ധാർമ്മികത എന്താണത്? അശ്വത്ഥാമാവ് ഒരേ കാര്യം തന്നെ ഓർത്തുകൊണ്ടിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരു പിശാച് ഉയർത്തെഴുന്നേറ്റു. പിശാചിന് ജീവൻ വെപ്പിക്കാൻ അയാൾ പിതൃവധവും ദുര്യോധന പതനവും വീണ്ടും വീണ്ടും തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കൗരവർ ചെയ്ത അനീതികളൊന്നും അയാൾക്ക് ഓർമ്മയിൽ വന്നില്ല. അശ്വത്ഥാമാവ് അസ്ത്രാഭ്യാസത്തിൽ അതീവ നിപുണൻ. ദിവ്യാസ്ത്രങ്ങൾ മനസ്സിൻ്റെ വിസ്മയത്തുമ്പത്തുള്ളവൻ. അപ്രകാരമുള്ള ഒരാളുടെ ഉള്ളിൽ പിശാചുണർന്നാൽ പിന്നെ കാര്യങ്ങൾ അയാളുടെ മനോനിയന്ത്രണത്തിനകത്ത് നിൽക്കയില്ല. അയാളുടെ കൈകളിൽ വിറപടർന്നു. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് അയാൾ സ്വയം ഞെട്ടുകയും ആവേശം കൊള്ളുകയും ചെയ്തു. അശ്വത്ഥാമാവ് കൃപനെയും കൃതവർമാവിനെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി. പാതി ഉറക്കത്തിൽ വിളിച്ചുണർത്തപ്പെട്ട അവരോട് ദ്രൗണി പറഞ്ഞു: വീരനായ ദുര്യോധനൻ നിസ്സഹായനായി കൊല്ലപ്പെട്ടു. അവനോട് ക്ഷുദ്രനായ ഭീമൻ ക്രൂരത ചെയ്തു. രാജാവിൻ്റെ ശിരസിൽ അവൻ കാൽ കൊണ്ട് ചവിട്ടി. പാഞ്ചാലന്മാർ ആർത്തു വിളിച്ചു: ഇനി നിങ്ങൾ പറയുക, നാം എന്തു ചെയ്യണം എന്ന്. പ്രതികാരത്തിന് വെമ്പുന്ന തൻ്റെ ഭാഗിനേയനോട് കൃപൻ പറഞ്ഞു: നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. എന്നാൽ ദുര്യോധനൻ ദീർഘവീക്ഷണമില്ലാത്തവനായിരുന്നു. അവൻ ലുബ്ധൻ, ബുദ്ധിശൂന്യൻ, തെറ്റു ചെയ്തു. നല്ലവർ പറഞ്ഞതൊന്നും കേട്ടില്ല. പാണ്ഡവർ ഗുണവാന്മാർ. അവരോട് ദുര്യോധനൻ തെറ്റു ചെയ്തു. ദുര്യോധനൻ പാപി. അവനെ പിന്തുടർന്നതുകൊണ്ട് നമ്മളും ഇപ്പോൾ ഇങ്ങനെയായി. അതുകൊണ്ട് ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം. എന്തു ചെയ്യണമെന്ന് ധൃതരാഷ്ട്രൻ, ഗാന്ധാരി, വിതുരൻ എന്നിവരോട് ചോദിക്കാം. അതാണിപ്പോൾ ഉത്തമം. അതാണ് എൻ്റെ നിശ്ചയം. ദ്രൗണിയുടെ മുഖത്ത് നിരാശ നിഴലിച്ചു. അമ്മാവനായതുകൊണ്ട് മറുത്തു പറയാനാവില്ല. അയാൾ ദുഃഖിതനായി. എന്നാൽ വീണ്ടും ദ്രൗണി തൻ്റെ മനസ്സിനെ ക്രൂരമായി നിർത്തി. അയാൾ കൃപനോടും കൃതവർമാവിനോടുമായി പറഞ്ഞു: എൻ്റെ പിതാവിനെ അവർ കൊന്നു. അതുകൊണ്ട് ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് പാഞ്ചാലരും ബാക്കിയായ പാണ്ഡവസേനയും ശിബിരത്തിൽ സ്വൈരമായി കിടന്നുറങ്ങും. അവർ തളർന്നുറങ്ങുമ്പോൾ ഞാൻ ശിബിരം ആക്രമിക്കും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചത്തുറങ്ങുന്നവരെ ഞാൻ ആക്രമിച്ച് വകവരുത്തും. എല്ലാവരെയും ഞാൻ ഒടുക്കും. ഇല്ലെങ്കിൽ എനിക്ക് ശാന്തി കിട്ടില്ല. ഇന്ന് ഞാൻ എല്ലാവരെയും കൊന്നുമുടിക്കും. പാർഷദൻ്റെ തല ഞാൻ ഇന്ന് തെറിപ്പിച്ചിരിക്കും. കിടന്നുറങ്ങുന്ന പാണ്ഡു-പാഞ്ചാല നന്ദനന്മാരെ മൂർച്ചയുള്ള വാളാൽ ഞാൻ വെട്ടി നുറുക്കും. കൃപൻ പറഞ്ഞു: നിനക്കിപ്പോൾ പ്രതിക്രിയ വേണം അല്ലേ? ആയിക്കോട്ടെ, ഇപ്പോൾ നീ കിടന്നുറങ്ങുക. പുലർച്ചെ ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെ വരാം. ഞങ്ങളുടെ കൂടെ പോയി നീ എല്ലാവരെയും കൊന്നൊടുക്കുക. ഇപ്പോൾ വിശ്രമിക്കുക. ഉണ്ണി, നീ ശരിയായി ഉറങ്ങിയിട്ട് നാളെ ഇറങ്ങിയായി. ഇപ്പോൾ ഉറങ്ങുക. വിശ്രമിച്ച ശേഷം ശത്രുക്കളെ കൊല്ലുക. നീ പോകുമ്പോൾ ഞങ്ങൾ ചട്ടയിട്ട് വില്ലെടുത്ത് കൂടെ വരാം. എന്നിട്ട് നിനക്ക് എല്ലാം മുടിക്കാം. അമ്മാവൻ്റെ വാക്ക് കേട്ട് ദ്രൗണി പറഞ്ഞു: ഉറങ്ങുകയോ? ദുഃഖിതനായ ഒരാൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? എൻ്റെ പിതാവിനെ കൊന്ന കാര്യം ഓർത്താൽ മർമ്മം പിളരും. ധൃഷ്ടദ്യുമ്നനെ കൊല്ലാതെ പിന്നോട്ടില്ല. അവൻ എനിക്ക് വധ്യൻ. ദുഃഖം കൊണ്ടെനിക്ക് ശ്വാസം മുട്ടുന്നു. അത്തരമൊരവസ്ഥയിൽ ഞാൻ എങ്ങനെ ഉറങ്ങും? ഞാൻ ഇന്ന് ശത്രുക്കളെ ഉറക്കത്തിൽ കൊല്ലും. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങും. അശ്വത്ഥാമാവിൻ്റെ വാക്ക് കേട്ട് കൃപൻ പതറി. പിന്നെ പറഞ്ഞു: ഉണ്ണി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഉറങ്ങുന്നവരെ നീ കൊല്ലരുത്. അത് ധർമ്മമല്ല. ശസ്ത്രമില്ലാത്തവൻ, വാഹനം വിട്ടവൻ, ശരണം പ്രാപിച്ചവൻ, ഉറങ്ങുന്നവൻ എന്നിവരെ വധിക്കരുത്. ഘോരമായ ഫലമാകും അതിന് ലഭിക്കുക. നീ ഒരു കാര്യം ചെയ്യൂ ഉണ്ണി, ഞാൻ പറയുന്നത് കേൾക്കുക. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ എല്ലാവരും കാണെ ശത്രുക്കളെ കൊല്ലുക. വെള്ളവസ്ത്രത്തിൽ രക്തം പുരണ്ടാൽ എങ്ങനെയാകുമോ അപ്രകാരമാണ് നീ ചെയ്യാൻ പോകുന്ന കർമ്മം. അത് നിന്ദ്യമായ പ്രവൃത്തി. അരുത്, പിന്മാറുക. അതാണ് എൻ്റെ
അഭിപ്രായം. അശ്വത്ഥാമാവ് കോപിക്കാതെ പറഞ്ഞു, ഭവാൻ പറഞ്ഞത് ശരിയാകാം. എന്നാൽ ധർമ്മത്തിൻ്റെ എല്ലാ പാലങ്ങളും തകർത്തു കളഞ്ഞത് അവരാണ്. ഭീഷ്മൻ, എൻ്റെ പിതാവായ ദ്രോണൻ, കർണൻ, ദുര്യോധനൻ എന്നിവരൊക്കെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് അങ്ങേക്കറിയില്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പിന്നോട്ടില്ല. ഒറ്റയാൻ്റെ വെട്ടിനിരത്തൽ. അശ്വത്ഥാമാവ് സ്വയം രഥത്തിൽ കുതിരകളെ പൂട്ടി ശിബിരത്തിലേക്ക് പുറപ്പെട്ടു. കൃപനും കൃതവർമാവും ചോദിച്ചു, ഭവാൻ എന്തിനുള്ള പുറപ്പാടാണ്? നമ്മൾ ഒരു കൂട്ടായി ചേർന്നവരല്ലേ? ഞങ്ങളെ സംശയിക്കുകയാണോ? ഞാൻ ആ പാപിയെ കൊല്ലും പാർഷദനെ. ചട്ടയില്ലാത്ത സമയത്ത് ചട്ടയില്ലാത്ത സമയത്ത് വേഗം തയ്യാറായി വരിക, എന്നെ കാത്തുകൊള്ളുക. കൃപനും കൃതവർമാവും ദ്രൗണിയെ പിന്തുടർന്നു. അവർ ശിബിരത്തിലെത്തി. കാളരാത്രി. എവിടെയോ നിലാവിൻ്റെ ഒരു കീറ് മാത്രമുണ്ട്. ദ്രൗണി ശിബിരത്തിൻ്റെ പുറത്ത് തേരു നിർത്തി. അയാൾ ചുറ്റും പരിശോധിച്ചു. കാവൽക്കാരില്ലേ? ദ്രൗണി വീണ്ടും ചുറ്റും കണ്ണോടിച്ചു. അയാളുടെ ശരീരത്തിനുള്ളിലൂടെ നേർത്ത ഒരു വിറ കടന്നുപോയി. താനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കൂട്ടക്കൊല. ഉറങ്ങിക്കിടക്കുന്ന നിരായുധരായ പടയാളികളെ കൊന്നൊടുക്കുക. ദ്രൗണി വിയർത്തു. അയാളുടെ ഉള്ളിൽ കടന്നലുകൾ ഇളകി. താൻ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൻ്റെ രാക്ഷസീയത അയാളെ പൊതിഞ്ഞു. ചട്ട അഴിച്ചുവച്ച് യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ നിശ്ചിന്തരായി കുട്ടികളെപ്പോലെ കിടന്നുറങ്ങുന്ന നിരപരാധികളെ കൊല്ലുക. ഭയത്തിൻ്റെ കനത്ത കറുത്ത പുതപ്പ് അയാളെ പൊതിഞ്ഞു. ദ്രൗണി വിയർത്തു കുളിച്ചു. ഭീതിയും സമ്മർദ്ദവും അയാളെ വീർപ്പുമുട്ടിച്ചു. ഭൂതമോ പിശാചോ? ആരാണ് തൻ്റെ മുന്നിൽ, ശിബിരത്തിൻ്റെ കവാടത്തിന് മുന്നിൽ നീണ്ടുയർന്നു നിൽക്കുന്നത്? ഭൂതം തന്നെയാണോ? കറുത്ത സത്വം. അയാൾ വാളെടുത്ത് തലങ്ങും വിലങ്ങും വെട്ടി. ആർക്കും കൊണ്ടില്ല. ആരുമില്ലേ? തൻ്റെ തോന്നലാണോ? ദുസ്വപ്നം. രാത്രിയുടെ ഇരുട്ട് കൂടി വന്നു. കുറ്റാക്കൂരി ഇരുട്ട്. അരുത്, താൻ തളർന്നുകൂടാ. ശത്രുക്കൾ ഉറങ്ങുകയാണ്. ഭയപ്പെട്ടുകൂടാ, പതറിക്കൂടാ, അവശനായിക്കൂടാ. പ്രതിക്രിയ ചെയ്യണം. ഇത് പ്രതികാരത്തിൻ്റെ കാളരാത്രി. ദ്രൗണി മനസ്സിനെ വീണ്ടും തീക്ഷ്ണമാക്കി, ഏകാഗ്രമാക്കി. ഭയത്തിൻ്റെ ഭൂതം മറഞ്ഞു. ആയുധധാരിയായ ദ്രൗണി ശിബിരത്തിൽ കടന്നു. ചോര നിറമാർന്ന കണ്ണുകളാൽ അയാൾ നോക്കി. ചുറ്റുപാടും വിലയിരുത്തി. ബാലന്മാർ പോലെ എല്ലാവരും ഉറങ്ങുന്നു. ഉറങ്ങുമ്പോൾ എല്ലാവരും നിഷ്കളങ്കർ. ധൃഷ്ടദ്യുമ്നൻ പോലും. ചട്ടയിടാത്ത, ആയുധമില്ലാത്ത സാധാരണ മനുഷ്യർ. ആയുധങ്ങളൊക്കെ അരികെ ഒതുക്കി വച്ചിട്ടുണ്ട്. എവിടെ നിന്നോ വന്നവർ. അവരെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവാം. പത്നി, മക്കൾ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ. അശ്വത്ഥാമാവ് നിവർന്നു നിന്നു. ഗാഠനിദ്രയിൽ നിന്ന് ആരും ഉണർന്നില്ല. ദീർഘമായ യുദ്ധം അവരെ ഏറെ തളർത്തിയിരുന്നു. യുദ്ധം അവസാനിച്ച രാത്രിയിൽ പടകുടീരത്തിൽ ആശ്വസിച്ച് ഉറങ്ങുന്നവർ. യുദ്ധമില്ലാത്ത അടുത്ത പ്രഭാതത്തിൽ ഉണർന്നുല്ലസിക്കാൻ തലേ ദിവസത്തെ രാത്രിയിൽ ഉറക്കത്തിൻ്റെ കയങ്ങളിലേക്ക് ആഹ്ലാദത്തോടെ കൂപ്പുകുത്തിയവർ. അശ്വത്ഥാമാവ് ശിബിരത്തിൻ്റെ ഉൾഭാഗം പരിശോധിച്ചു. അതിൻ്റെ ഘടന പെട്ടെന്നയാൾ പിടിച്ചെടുത്തു. പുറത്തു നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി അയാൾ അലറിപ്പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്യും. ചത്തുറങ്ങുന്ന ഇവറ്റയെ കൊല്ലാൻ എന്തു വിഷമം? ഇവരൊക്കെ ഇതാ ഇല്ലാതാവാൻ പോകുകയാണ്. ഇതാ ഞാൻ തുടങ്ങുകയാണ്. പുറത്തു വരുന്നവരെയൊക്കെ നിങ്ങൾ തീർക്കണം. ഒന്നും രക്ഷപ്പെടരുത്. ആക്രമണം ആസൂത്രണം ചെയ്യുന്നവനും നിരീക്ഷകനും നിർവാഹകനും ഒരേയൊരാൾ, ദ്രൗണി. രാത്രിയുടെ ഇരുട്ടിൽ അയാൾ കാലനായി നിറഞ്ഞു നിന്നു. അയാൾ ധൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന സ്ഥലം കണ്ടെത്തി. സാവകാശം അയാളുടെ അരികെ എത്തി. സുഗന്ധപുഷ്പങ്ങൾ ചാർത്തി, സുഗന്ധചൂർണങ്ങൾ തൂവി പട്ടുമെത്തയിൽ സുരക്ഷിതനായി കിടന്നുറങ്ങുകയാണ് പാഞ്ചാല രാജകുമാരൻ ധൃഷ്ടദ്യുമ്നൻ, ദ്രുപദപുത്രൻ, പാണ്ഡവസേനയുടെ സർവ്വസൈന്യാധിപൻ. ദ്രൗണി അയാളെ കാലുകൊണ്ട് തട്ടിയുണർത്തി. ചവിട്ടേറ്റ് പാർഷദൻ പെട്ടെന്നുണർന്നു. അയാൾ ദ്രൗണിയെ കണ്ടു. എഴുന്നേൽക്കുമ്പോഴേക്കും അശ്വത്ഥാമാവ് അയാളെ നിലത്തിട്ട് വീണ്ടും ചവിട്ടി. ഭയന്നും അമ്പരന്നും ഒന്നും പറയാനാകാതെ പാർഷദൻ ഗുരുപുത്രനെ തുറിച്ചു നോക്കി. അയാളുടെ കഴുത്തിലും നെഞ്ചത്തും ദ്രൗണി ചാടിക്കയറി. അലറി പൊളിക്കുന്ന പാഞ്ചാലനെ അശ്വത്ഥാമാവ് മൃഗത്തെ കൊല്ലുന്ന പോലെ കൊല്ലാൻ ശ്രമിച്ചു. മരിക്കാൻ നേരത്ത് ധൃഷ്ടദ്യുമ്നൻ ദ്രൗണിയെ നഖങ്ങൾ കൊണ്ട് മാന്തി പറിച്ചു. അയാൾ പറയുന്നുണ്ടായിരുന്നു,
നീ എന്നെ ആയുധം കൊണ്ട് കൊല്ലുക. ദ്രൗണി അലറി. എടാ, ആചാര്യനെ കൊന്നവന് ഒരു ഇളവുമില്ല. നീ ശസ്ത്രവധം അർഹിക്കുന്നില്ല. ഇതും പറഞ്ഞ് മർമ്മത്തിൽ മർദ്ദിച്ച് ദ്രൗണി ധൃഷ്ടദ്യുമ്നനെ കൊലപ്പെടുത്തി. ശിബിരത്തിലെ ആദ്യത്തെ കൊലപാതകം. വംശഹത്യ തുടരുന്നു. അശ്വത്ഥാമാവ് നിന്ന് വിറച്ചു. അയാളുടെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ ലഹരി കയറി. അയാൾ വെറുതെ അലറി വിളിച്ചു. മരണസമയത്തെ ധൃഷ്ടദ്യുമ്നൻ്റെ അലർച്ച കേട്ട് ഉറങ്ങിയിരുന്നവർ ഉണർന്നുകൊണ്ടിരുന്നു. സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. തങ്ങളുടെ ഉത്തരവാദിത്വം അന്വർത്ഥമാക്കും വിധം അതുവരെ കാവൽക്കാർ ഉറങ്ങുകയായിരുന്നു. ചിലർ ഉണർന്നിട്ട് പേടിച്ചെഴുന്നേറ്റില്ല. തങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ഭൂതമാണ് എന്നവർ കരുതി. ഉണർന്നവരിൽ ചിലർ ദ്രൗണിയെ നേരിട്ടു. വരുന്നവരെയെല്ലാം അയാൾ അനായാസം കൊന്നുവീഴ്ത്തി. ദ്രൗണി വീണ്ടും ശിബിരത്തിലുള്ളവരുടെ നേർക്ക് കുതിച്ചു. ഉത്തമൗജസ്സിനെ കണ്ടു. ഒരു നിമിഷം കഴുത്തിലും നെഞ്ചിലും വെട്ടി ദ്രൗണി അയാളെ കൊന്നു. യുധാമന്യു ഗദയെടുത്ത് ഗുരുപുത്രനെ നേരിട്ടു. അയാളെ ദ്രൗണി ചാടിപ്പിടിച്ച് നിലത്തിട്ടടിച്ചു കൊന്നു. യുധാമന്യു ഭൂമിയിൽ കിടന്ന് ഇഴഞ്ഞ് മരിച്ചു. ഓരോ സ്ഥലത്തും ഓടിയെത്തി ദ്രൗണി ഉണർന്നിട്ടില്ലാത്തവരെയെല്ലാം ചവിട്ടിയും ശ്വാസം മുട്ടിച്ചും കൊന്നുകൊണ്ടിരുന്നു. പിശാചു ബാധിച്ചവനെപ്പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആൾക്കാരെ വധിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ദ്രൗണി വാളെടുത്ത് തൻ്റെ കൊലപാതകങ്ങൾ തുടർന്നു. ഉറങ്ങിക്കിടക്കുന്നവരെ അയാൾ നിഷ്കരുണം വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അശ്വങ്ങളെയും ആനകളെയും വെട്ടിവീഴ്ത്തി. അശ്വത്ഥാമാവ് ചോരയിൽ കുളിച്ച് കലിതുള്ളി നിന്നു. മുടിയിലും മുഖത്തും ശരീരത്തിലുമെല്ലാം രക്തവും മാംസവും പുരണ്ട് അയാളൊരു രക്തരക്ഷസ് പോലെ കാണപ്പെട്ടു. യമധർമ്മൻ വിട്ട അന്തകൻ, കൊലപാതകങ്ങളിൽ മതിമറന്നു നിന്ന് അലറുന്നവൻ. ഭീഷണ രൂപമേന്തി അയാൾ അമാനുഷനെപ്പോലെ തലങ്ങും വിലങ്ങും ഓടി. അതാ രാക്ഷസൻ, അതാ പിശാച് എന്നാരൊക്കെയോ ഭയന്നു വിളിച്ചു. ചിലർ കണ്ണുകൾ ഇറുകെ അടച്ചു. ദ്രൗണി വീണ്ടും ശിബിരത്തിൽ തിരഞ്ഞു. പാഞ്ചാലി പുത്രരെയും സോമകന്മാരെയും പാഞ്ചാലന്മാരെയും ദ്രൗണി വീണ്ടും ശിബിരത്തിൽ തിരഞ്ഞു. പാഞ്ചാലിപുത്രരെയും സോമകന്മാരെയും പാഞ്ചാലന്മാരെയും അയാൾ ലക്ഷ്യം വെച്ചു. അവരൊക്കെ ആയുധമെടുത്ത് സന്നദ്ധരാകാൻ തുടങ്ങുകയായിരുന്നു. ധൃഷ്ടദ്യുമ്നൻ വധിക്കപ്പെട്ടു എന്ന് അവർ അറിഞ്ഞു. ചിലർ തിരിച്ചെതിർക്കാൻ ശ്രമിച്ചു. സോമകന്മാരും ഉണർന്നു. അവരും സജ്ജരായി. അവരെല്ലാം കൂടി ദ്രൗണിക്ക് നേരെ തിരിഞ്ഞ് അയാളെ എതിർക്കാൻ തുനിഞ്ഞു. തനിക്ക് നേരെ ചാടി വീഴുന്നവരെ കണ്ട് ദ്രൗണി അലറി. അയാൾ സാഹസചന്ദ്രം എന്ന സ്വന്തം പരിചയെടുത്തു. ഭയാനകമായ സ്വന്തം വാളും കയ്യിലേന്തി അയാൾ ഉടൽ പൂണ്ട മരണം പോലെ ശിബിരത്തിൽ നരകം തീർത്തു. പാഞ്ചാലിപുത്രന്മാർ ദ്രൗണിയെ എതിർക്കാൻ വീറോടെ കുതിച്ചെത്തി. പ്രതിവിന്ധ്യൻ ദ്രൗപദിക്ക് യുധിഷ്ഠിരനിൽ ജനിച്ച പുത്രൻ. അയാൾ ഗുരുപുത്രനു നേരെ പാഞ്ഞെടുത്തു. ദ്രൗണി അവനെ വയറ്റത്ത് വെട്ടി കഷ്ണം കഷ്ണമാക്കി വീഴ്ത്തി. പിന്നീട് വന്നത് സുതസോമൻ, പാഞ്ചാലിക്ക് ഭീമനിലുണ്ടായ പുത്രൻ. അവൻ കത്തികൊണ്ട് ദ്രൗണിയെ നേരിട്ടു. പിന്നെ വാളുമായി ശത്രുവിനോട് ഏറ്റു. ഒരു മാത്ര. അശ്വത്ഥാമാവ് വാളേന്തിയ സുതസോമൻ്റെ കൈയറുത്തു. പിന്നെ അവൻ്റെ പാർശ്വത്തിൽ വെട്ടി. സുതസോമൻ വീണു. പിന്നെ നകുലനിൽ പാഞ്ചാലിക്ക് പിറന്ന പുത്രൻ ശതാനീകനോടിയെത്തി. അവൻ തേർച്ചക്രമുയർത്തി ദ്രൗണിയെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. ദ്രൗണി ശതാനീകനെ നേരിട്ടു. അവൻ തല തകർന്ന് നിലത്തു വീണു. അപ്പോൾ ശ്രുതകർമാവ് കുതിച്ചെത്തി. ദ്രൗപദിക്ക് അർജുനനിൽ ജനിച്ച മകൻ. അവൻ വലിയ ഉലക്കയെടുത്ത് ദ്രൗണിയുടെ പരിച പിടിച്ച ഇടങ്കൈയിൽ പ്രഹരിച്ചു. അടുത്ത മാത്രയിൽ ദ്രൗണി അവനെ മുഖത്ത് വെട്ടി. വായമുറിഞ്ഞ് അയാൾ ഭൂമിയിൽ മറിഞ്ഞു വീണു. ശ്രുതകീർത്തി, സഹദേവന് ദ്രൗപദിയിൽ പിറന്നവൻ, അമ്പും വില്ലുമെടുത്ത് ദ്രൗണിയോട് ഏറ്റുമുട്ടി. അശ്വത്ഥാമാവ് ചട്ട പൊട്ടിച്ച് അവനെ വെട്ടി വീഴ്ത്തി. ശിഖണ്ഡിയുടെ ഊഴമായിരുന്നു അടുത്തത്. പാഞ്ചാലപുത്രൻ, പാർഷദൻ്റെയും ദ്രൗപദിയുടെയും സഹോദരൻ. ശിഖണ്ഡി ധീരമായി അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. ദ്രൗണിയുടെ നെറ്റിയിൽ ശിഖണ്ഡി അമ്പെടുത്തു കുത്തി. ഒരു മാത്ര. ദ്രൗണി ശിഖണ്ഡിയെ വെട്ടി കഷ്ണം കഷ്ണമാക്കി വീഴ്ത്തി. ശിബിരത്തിൽ രക്തത്തിൻ്റെ നദികളൊഴുകി. അലർച്ചകളും ഞരക്കങ്ങളും കൊണ്ട് അവിടം നരകമായി മാറി. വിരാടൻ്റെ ശേഷിച്ച സൈന്യത്തെയും ദ്രൗണി നാമാവശേഷമാക്കി. പാഞ്ചാലരിൽ ബാക്കിയായവരെയും ദ്രൗണി കൊന്ന് കൊല വിളിച്ചു. കറുത്ത കണ്ണുകളും ചുവന്ന വായും രക്തനിറവും ഉള്ള മാലയുമായി ചുവന്ന വസ്ത്രം ധരിച്ച് കാളരാത്രി നിന്നു എന്ന് ഇതിഹാസം. കറുത്ത കണ്ണുകളും
ചുവന്ന വായും രക്തനിറമുള്ള മാലയുമായി ചുവന്ന വസ്ത്രം ധരിച്ച് കാളരാത്രി നിന്നു എന്ന് ഇതിഹാസം. നിഷീധിനിക്ക് ഒരു പിശാചിനിയുടെ രൂപം കൈവന്നു. കണ്ണിൽ കണ്ടവരെയൊക്കെ ദ്രൗണി വെട്ടിയും കുത്തിയും ശ്വാസം മുട്ടിച്ചും മർമ്മങ്ങളിൽ മർദ്ദിച്ചും കൊന്നു തള്ളി. ശിബിരത്തിൽ നിന്ന് കൂട്ടനിലവിളി ഉയർന്നു. അച്ഛാ, അമ്മേ എന്നും ഗോത്രനാമങ്ങളും ഗൃഹനാമങ്ങളും വിളിച്ചും പലരും ഉറക്കക്കരഞ്ഞു. ചിലർ ഭയന്നോടി. ഓടുന്നവരെയൊക്കെ ദ്രൗണി പിന്നാലെ ചെന്ന് വെട്ടിവീഴ്ത്തി. ചിലർ പ്രാണരക്ഷാർത്ഥം ശിബിരം വിട്ട് പുറത്തേക്കോടി. പുറത്തു ചാടുന്നവരെ കൃപനും കൃതവർമാവും വാളുകൊണ്ടരിഞ്ഞു വീഴ്ത്തി. ആയുധമില്ലാതെ പ്രാണനു വേണ്ടി കൈകൂപ്പി യാചിച്ചു മുന്നിൽ നിന്നവരെയും അല്പം മാത്രം മുൻപ് ദ്രൗണിയോട് ധർമ്മത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തിയ ആചാര്യശ്രേഷ്ഠനായ കൃപനും കൃഷ്ണഭക്തനായ വൃഷ്ണിവീരൻ കൃതവർമാവും കൂടി നിർദ്ദയം കൊന്നുതള്ളി. ദ്രൗണി ശിബിരത്തിൻ്റെ പുറത്തു കടന്നു. പിന്നെ 3 പേരും കൂടി ശിബിരത്തിന് 3 ഭാഗത്തു നിന്നും തീ കൊടുത്തു. അഗ്നിബാധയേറ്റ് ശിബിരത്തിനു വെളിയിലേക്ക് ഓടി വന്നവരെ ദ്രൗണി ആ വെളിച്ചത്തിൽ വെട്ടിക്കൊന്നു. രക്ഷപ്പെട്ട് ഓടുന്നവരെ പിന്നാലെ ചെന്ന് വീണ്ടും അയാൾ അരിഞ്ഞു വീഴ്ത്തി. പടയാളികളുടെ മുറിഞ്ഞു വീണ ശിരസ്സുകളാൽ അവിടം നിറഞ്ഞു. മൃഗങ്ങളുടെ ശരീരങ്ങൾ കുന്നുകൂടി. ശിബിരം ഭസ്മമായി കഴിഞ്ഞു. അവിടമാകെ ദുർഗന്ധം പരന്നു. മണ്ണിൽ വീണ രക്തം കട്ട പിടിച്ചു കിടന്നു. അലറിക്കരഞ്ഞു വിടയുന്നവരെയും ഞരങ്ങുന്നവരെയും ഒക്കെ ദ്രൗണി വാളാൽ വെട്ടിക്കൊന്നുകൊണ്ടിരുന്നു. അയാളുടെ രക്തദാഹം ശമിച്ചിരുന്നില്ല. രക്തരക്ഷസിനെ പോലെ അയാൾ അവിടമാകെ ഓടി നടന്നു. അയാൾ വീണ്ടും പലതവണ അയാളുടെ വാളുയർത്തി. തീയിൽ വേവുന്നവരെ പോലും അയാൾ ഒഴിവാക്കിയില്ല. ചവിട്ടിയും കുത്തിയും വെട്ടിയും അയാൾ വേതാളത്തിൻ്റെ അവതാരമായി ഭൂമിയിൽ നിന്നു. കഥ കേട്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, ഈ മഹാകർമ്മം ദ്രൗണിക്ക് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? എന്നാൽ ഒരുപക്ഷേ എൻ്റെ പുത്രന് വിജയിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഹരേ. കൊലപാതക വിവരണം കേട്ട വയോധികനായ ധൃതരാഷ്ട്രൻ്റെ വാക്കുകളാണ് ഇവ. നിരായുധരെ ചതിയാൽ വകവരുത്തിയതിനെ അന്ധനായ വൃദ്ധൻ വിശേഷിപ്പിക്കുന്നത് മഹാകർമ്മം എന്നാണ്. ഭാരതയുദ്ധത്തിലെ യഥാർത്ഥ പ്രതിനായകൻ. കഥ കേട്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, ഈ മഹാകർമ്മം ദ്രൗണിക്ക് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? എന്നാൽ ഒരു പക്ഷേ എൻ്റെ പുത്രന് വിജയിക്കാൻ കഴിയുമായിരുന്നില്ലേ? കൊലപാതക വിവരണം കേട്ട വയോധികനായ ധൃതരാഷ്ട്രൻ്റെ വാക്കുകളാണിവ. നിരായുധരെ ചതിയാൽ വകവരുത്തിയതിനെ അന്ധനായ വൃദ്ധൻ വിശേഷിപ്പിക്കുന്നത് മഹാകർമ്മം എന്നാണ്. ഭാരതയുദ്ധത്തിലെ യഥാർത്ഥ പ്രതിനായകൻ. പുലരിയുടെ കിരണങ്ങൾ പ്രകാശിപ്പിക്കാൻ കിഴക്കന്മാനം വെമ്പി. ദ്രൗണിയും കൃപനും കൃതവർമാവും മറഞ്ഞു. അവർ മൂവരും തേരിൽ കുരുക്ഷേത്രത്തിൽ മരണം കാത്തുകിടക്കുന്ന ദുര്യോധനൻ്റെ അരികിലേക്ക് കുതിച്ചു. പിൻവാക്ക്. മൂവർ സംഘം ദുര്യോധനൻ്റെ അരികെ എത്തി. അവരുടെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞു. അതാ രാജാവ് അവിടെയുണ്ട്. അവർ കൂടുതലടുത്തെത്തി. നേർത്ത ഞരക്കം മാത്രം. ഇല്ല, രാജാവ് മരിച്ചിട്ടില്ല. അയാൾ കഠിനമായി വേദനിക്കുന്നുണ്ട്. വേദന അയാൾ കടിച്ചമർത്തുകയാണ്. നേർത്ത ഇരുട്ടിൽ അയാളുടെ നിസ്സഹായമായ ഞരക്കം അവർ കേട്ടു. ശബ്ദം തിരിച്ചറിഞ്ഞ ദുര്യോധനൻ്റെ തളർന്ന കണ്ണുകൾ മൂവർ സംഘത്തെ തേടിയെത്തി. അവർ വിളിച്ചു പറഞ്ഞു, രാജാവേ കേൾക്കൂ, ഞങ്ങൾ കൊന്നു, എല്ലാവരെയും കൊന്നു. പഞ്ചപാണ്ഡവരും കൃഷ്ണനും സാത്യകിയും മാത്രം അവരുടെ പക്ഷത്ത് ശേഷിക്കുന്നു. ബാക്കി എല്ലാവരെയും ഞങ്ങൾ നശിപ്പിച്ചു. ധൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, പാഞ്ചാലി സുതന്മാർ ഒക്കെ കൊല്ലപ്പെട്ടു. യുദ്ധനായകന് ഇഷ്ടമുള്ള വാക്കുകൾ പശ്ചാത്താപത്തിൻ്റെയോ കുറ്റബോധത്തിൻ്റെയോ കണിക പോലും തീണ്ടാതെ ദുര്യോധനൻ്റെ വിളറിയ ചുണ്ടുകൾ വിറച്ചു. ഭീഷ്മാദികൾ എനിക്ക് ചെയ്തു തരാത്ത മഹാകർമ്മം നിങ്ങൾ ചെയ്തു. ക്ഷുദ്രനായ ശിഖണ്ഡി ചത്തു. ധൃഷ്ടദ്യുമ്നൻ ചത്തു. നന്നായി. സ്വസ്തി. നമുക്ക് വിണ്ണിൽ വച്ചു കാണാം. ദുര്യോധനൻ കണ്ണടച്ചു. ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന ദുര്യോധനൻ്റെ ഭൂമിയിലെ അവസാന വാക്കുകൾ. ഇതിഹാസ താളുകളിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു വൈരുദ്ധ്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ശല്യപർവ്വത്തിൻ്റെ 64-ാം അധ്യായം തുട തകർന്നു കിടക്കുന്ന ദുര്യോധനൻ്റെ വിലാപ പ്രസംഗമാണ്. തൻ്റെ പതനത്തിനായി വൃകോദരൻ ചെയ്ത ചതിപ്രയോഗത്തെക്കുറിച്ച് ദീർഘമായി വിവരിക്കുന്നതിനിടെ അയാൾ പറയുന്നു,
ഉറങ്ങിക്കിടക്കുന്നവനെ വധിക്കുന്നതുപോലെയും വിഷം കൊടുത്തൊരാളെ കൊല്ലുന്നതുപോലെയും അധാർമികമാണ് ഭീമൻ്റെ ചതിപ്രയോഗം. അങ്ങനെയുള്ള വ്യക്തി മരണഭൂമിയിൽ തക്കം പാർത്തിരിക്കുന്ന ശവന്തീനികളായ ചെന്നായ്ക്കളെ ദയനീയമായി തടയാൻ പാടുപെടുന്നവനായിട്ടും ഉറങ്ങിക്കിടക്കുന്നവരെ കൂട്ടക്കൊല ചെയ്തു വന്നവനെ മരണസമയത്തു പോലും അനുമോദിക്കുകയാണ്. 18 ദിവസത്തെ യുദ്ധത്തിലും അരങ്ങേറാത്ത ഭയാനകമായ നൃശംസതയാണ് 18-ാം നാൾ ശിബിരത്തിൽ അരങ്ങേറിയത്. യുദ്ധം നിർമ്മിച്ചെടുത്ത മരണത്തിൻ്റെ വ്യാപാരികൾ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. ധൃതരാഷ്ട്രന്മാരുണ്ടായിക്കൊണ്ടിരിക്കും. രക്തപങ്കിലമായ മനുഷ്യക്കുരുതിയുടെയും വംശഹത്യയുടെയും കാരണം തേടി അവരൊക്കെ കടുത്ത ചായത്തിൽ വിധിയെ വരച്ചുവെക്കും. ഒരർത്ഥത്തിൽ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ഓരോ രീതിയിൽ മഹായുദ്ധം നിർമ്മിച്ചെടുക്കുകയും ആഘോഷിക്കുകയുമായിരുന്നു. ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ഓരോ രീതിയിൽ മഹായുദ്ധം നിർമ്മിച്ചെടുക്കുകയും ആഘോഷിക്കുകയുമായിരുന്നു എന്ന് കണ്ടെത്താനാകും. ലോകം മുന്നോട്ടു പോകും. ഹിംസയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ആരാധകർ പുതിയ യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. യുദ്ധാവസാന രാത്രിയിൽ മിക്കവാറും ഒറ്റയ്ക്ക് ദ്രൗണി നടത്തിയ കൂട്ടക്കൊല നിരവധി സമസ്യകൾ ഉയർത്തുന്നുണ്ട്. 18 ദിവസവും യുദ്ധസംഭവങ്ങൾ കണ്ട് കണ്ണ് തഴമ്പിച്ചവൻ്റെ ഏത് വന്യമായ ഭാവനയ്ക്കും അതീതമാണ് അതിൻ്റെ ഭയാനകതയും നൃശംസതയും. ഒറ്റയ്ക്കൊരു മനുഷ്യൻ രക്തദാഹിയായ പിശാചായി മാറി നിർവഹിച്ച കൂട്ടക്കൊലയ്ക്ക് പഴയകാല യുദ്ധകഥകളിൽ ഏറെ സമാനതകളില്ല. 100 കണക്കിന് പേരെ ഒറ്റയ്ക്ക് വകവരുത്തിയിട്ടും അയാൾ അടങ്ങിയില്ല, പരിക്ഷീണനായില്ല, പശ്ചാത്താപത്താൽ വീർപ്പുമുട്ടിയില്ല. ധൃഷ്ടദ്യുമ്നൻ ദ്രോണനോട് ചെയ്ത കൊടുംകൊലയുടെ 1000 മടങ്ങ് ക്രൗര്യമുണ്ടതിൽ. യാദൃച്ഛികമായി നടന്ന സംഭവങ്ങളിലൊന്നായി അതിനെ വായിച്ചെടുക്കാൻ ആവില്ല. അതിൻ്റെ നിണം മണക്കുന്ന മനുഷ്യവംശവിരുദ്ധത ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് അടുത്ത അധ്യായത്തിൽ വരാം. ഹരേ.